ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എന്തു പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? വേർഡ് പവർ മേഡിസി, നോർമൽ ലിവിസിൻ്റെ വേർഡ് പവർ മേഡിസിയുടെ വൊക്കാബുലറി സെക്ഷനാണ്, സെക്കൻഡ് ചാപ്റ്ററാണ് പഠിച്ചത് അല്ലേ. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 3 ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ചാപ്റ്റർ 3 ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇംഗ്ലീഷ് വൊക്കാബുലറി വേർഡ് പവർ മേഡിസി ചാപ്റ്റർ 3. ഇന്ന് ഈ ചാപ്റ്റർ 3 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹൗ ടു ടോക്ക് അബൌട്ട് ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഡോക്ടേഴ്സിൻ്റെ പേരുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വൊക്കാബുലറി സെക്ഷനിൽ അതാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ലെറ്റ് us സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ നോക്കിക്കേ. ഫസ്റ്റ് വൺ എന്താ? ഒബ്സ്റ്റട്രീഷ്യൻ. എന്താണ് ഒബ്സ്റ്റട്രീഷ്യൻ? നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ളൊരു വേർഡ് ആയിരിക്കണം ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഈ ഒരു പിക്ചർ നോക്കിക്കേ. എന്താ നിങ്ങൾ കാണുന്നേ? ഒരു ഡോക്ടർ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയുടെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ. ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവ ചികിത്സാ വിദഗ്ധ എന്നാണ് നമ്മൾ പറയുന്നത് മലയാളത്തിൽ. പ്രസവ ചികിത്സാ വിദഗ്ധ, അതായത് സ്പെഷ്യലിസ്റ്റ് ഡെലിവേഴ്സ് ബേബീസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് മദർ. അതായത് ഒരു ലേഡി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ലേഡീനെ ടേക്ക് കെയർ ചെയ്യുന്ന ഡോക്ടറാണ് ആര്? ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് പറയുന്നത്. ഏതുവരെ? ആ ഒരു ലേഡി ആ കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ ആ ഒരു ലേഡീനെ കെയർ ചെയ്യുന്ന വ്യക്തിയാണ്, കെയർ ചെയ്യുന്ന ഡോക്ടറാണ് ആര്? ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒബ്സ്റ്റട്രീഷ്യൻ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഗൈനക്കോളജിസ്റ്റ്. ഹൂ ഈസ് ഗൈനക്കോളജിസ്റ്റ്? ഗൈനക്കോളജിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻസ് ഡോക്ടറാണ് കേട്ടോ. വുമൻസ് ഡോക്ടർ, അതായത് സ്ത്രീരോഗ വിദഗ്ധ. നിങ്ങൾക്കറിയാമായിരിക്കും കേട്ടോ. സ്ത്രീരോഗ വിദഗ്ധ. അപ്പോൾ സ്ത്രീരോഗ വിദഗ്ധയാണ് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്, അടുത്തൊരു ലേഡി ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ സ്ത്രീരോഗ വിദഗ്ധ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളുണ്ടല്ലോ, എസ്പെഷ്യലി അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലും അതുപോലെ തന്നെ സെക്ഷൽ ഓർഗൻസിലും എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആരെ വേണം സമീപിക്കാനായിട്ട്? ഗൈനക്കോളജിസ്റ്റിനെ വേണം സമീപിക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗൈനക്കോളജിസ്റ്റിന് നമുക്ക് വുമൻസ് ഡോക്ടർ എന്ന് പറയാം, സ്ത്രീരോഗ വിദഗ്ധ എന്ന് പറയാം. ക്ലിയർ? നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് ഡോക്ടറാണ് പീഡിയാട്രിഷ്യൻ. നെക്സ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആണ് പീഡിയാട്രിഷ്യൻ. പീഡിയാട്രിഷ്യൻ എന്ന് പറയുമ്പോൾ ആരാ? പീഡിയാട്രിഷ്യൻ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഡോക്ടറാണ് ആര്? പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് അല്ലേ. പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് അതായത് ശിശുരോഗ വിദഗ്ധൻ. ആരാണ്? ശിശുരോഗ വിദഗ്ധൻ. ശിശുരോഗ വിദഗ്ധൻ. ഓക്കെ. സ്പെഷ്യലിസ്റ്റ് ടേക്കിംഗ് കെയർ ഓഫ് ബേബീസ് directly after birth. അതായത് ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന ഡോക്ടറാണ് ആര്? പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പീഡിയാട്രിഷ്യൻ ആരാണ്? സ്പെഷ്യലിസ്റ്റ് ടേക്കിംഗ് കെയർ ഓഫ് ബേബീസ് directly after birth and supervising their diet. ശിശുരോഗ വിദഗ്ധൻ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. നെക്സ്റ്റ് വൺ, ഡെർമറ്റോളജിസ്റ്റ്. ആരാണ് ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ത്വക്കില്ലേ, അതായത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേക്ക് നമ്മൾ ആരെ വേണം സമീപിക്കാനായിട്ട്? ഡെർമറ്റോളജിസ്റ്റിനെ വേണം സമീപിക്കാനായിട്ട്. ആരെ വേണം? ഡെർമറ്റോളജിസ്റ്റ്, അതായത് ത്വക്ക് രോഗ വിദഗ്ധൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ത്വക്കെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ. ത്വക്ക് രോഗ വിദഗ്ധൻ അല്ലെങ്കിൽ വിദഗ്ധ. ത്വക്ക് രോഗ വിദഗ്ധനാണ് ആര്? ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. സ്പെഷ്യലിസ്റ്റ് ഹു ട്രീറ്റ്സ് ഓൾ സ്കിൻ ഡിസീസസ്. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡിസീസ് വരുവാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും റാഷസോ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ കാണണം? ഡെർമറ്റോളജിസ്റ്റിനെ കാണണം, ത്വക്ക് രോഗ വിദഗ്ധനെ കാണണം. ക്ലിയർ?
നെക്സ്റ്റ് ഡോക്ടറാണ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റാണ് ഓഫ്താൽമോളജിസ്റ്റ്. ആരാണ്? ഓഫ്താൽമോളജിസ്റ്റ്. ഓഫ്താൽമോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഐ ഡോക്ടർ. ഐ ഡോക്ടർ അതായത് നേത്രരോഗ ചികിത്സകൻ അല്ലെങ്കിൽ നേത്ര ചികിത്സകൻ. നേത്ര ചികിത്സകൻ. ഓക്കെ, ഐ ഡോക്ടർ. ഇത് കണ്ടോ, ഇവിടെ ഒരു ഐ ഡോക്ടർ ഇരുന്നിട്ട് ഈ ഒരു ലേഡിയുടെ കണ്ണ് പരിശോധിക്കുന്നത്. ഇതേത് നമുക്ക് അതുകൊണ്ട് എന്തെന്ന് വിളിക്കാം? ഓഫ്താൽമോളജിസ്റ്റ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ഓഫ്താൽമോളജിസ്റ്റ്. നെക്സ്റ്റ് ഒപ്റ്റോമെട്രിസ്റ്റ്. ഒപ്റ്റോമെട്രിസ്റ്റ് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിന് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചക്കുറവ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരെ കാണാനായിട്ടാണ് പോവുക? നമ്മൾ ഈ ഓഫ്താൽമോളജിസ്റ്റിനെ കാണാനായിട്ട് പോകും. ഈ ഓഫ്താൽമോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കാഴ്ചയൊക്കെ പ്രോപ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ്താൽമോളജിസ്റ്റിനെ സഹായിക്കാനായിട്ട് ആരുണ്ടാവും? ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ടാവും. ആരുണ്ടാവും? ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ടാവും. ഈ ഒപ്റ്റോമെട്രിസ്റ്റാണ് സ്നെല്ലൻ ചാർട്ട്. ഈ ചാർട്ട് ഉണ്ടല്ലോ, ഈ പിക്ചർ സ്നെല്ലൻ ചാർട്ടൊക്കെ വെച്ച് പലതരത്തിലുള്ള ലെൻസൊക്കെ നമ്മുടെ കണ്ണിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ വിഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഒപ്റ്റോമെട്രിസ്റ്റ്. ഒപ്റ്റോമെട്രിസ്റ്റ് ആക്ച്വലി ഡോക്ടറാണെന്ന് ചോദിച്ചാൽ അല്ല, സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഒരു ടെക്നീഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ഓപ്റ്റോമെട്രിസ്റ്റ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ദേ മെഷർ വിഷൻ ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോമ. ഗ്ലൂക്കോമ എന്ന് പറയുന്നത് ഒരു നേത്രരോഗമാണ്. ആൻഡ് പ്രിസ്ക്രൈബ് ആൻഡ് ഫിറ്റ് ഗ്ലാസസ്. നമുക്ക് പ്രോപ്പറായിട്ട് വരുന്ന ലെൻസ് ഏതാന്നുള്ളത് അവരാണ് കറക്റ്റായിട്ട് ഓഫ്താൽമോളജിസ്റ്റിന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഓപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഓർത്തോപേഡിസ്റ്റ്. ഓർത്തോപേഡിസ്റ്റ് എന്ന് വെച്ചാൽ സ്പെഷ്യലിസ്റ്റ് ഡീൽസ് വിത്ത് ദ സ്കെലറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ബോഡി ട്രീറ്റിംഗ് ബോൺ ഫ്രാക്ചേഴ്സ്. ഇപ്പം നമ്മുടെ കൈക്കോ കാലിനോ എന്തെങ്കിലും ഒടിവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ കാണും? ഓർത്തോപേഡിസ്റ്റിനെ കാണും കേട്ടോ. ഓർത്തോപേഡിസ്റ്റിനെയാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ, ഈ പിക്ചർ കണ്ടോ? ഒരു നീ മീൻസ് കാലിൻ്റെ മുട്ടിന് എന്തോ ഒരു ഫ്രാക്ചർ വന്നിട്ട് ഒരു രോഗി ഡോക്ടറിനെ കാണാനായിട്ട് പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒടിവ് വരികയാണെന്നുണ്ടെങ്കിൽ, എല്ലിന് എന്തെങ്കിലും ഒടിവ് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡോക്ടറെ കാണേണ്ടത്? ഓർത്തോപെഡിസ്റ്റിനെ കാണേണ്ടത്. ആരെയാണ്? ഓർത്തോപെഡിസ്റ്റിനെ വേണം കാണാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് വൺ കാർഡിയോളജിസ്റ്റ്. എല്ലാവർക്കും അറിയാം, ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല. കാർഡിയോളജിസ്റ്റ് എന്ന് വെച്ചാൽ സ്പെഷ്യലിസ്റ്റ് treats disorders of the heart and circulatory system. ഓക്കെ, അതായത് കണ്ടോ, ഇവിടെ ഒരു ഹാർട്ടിൻ്റെ പിക്ചർ കിടപ്പുണ്ട്. കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത്. ഹൃദ്രോഗ വിദഗ്ധൻ, നമ്മൾ മലയാളത്തിൽ എന്തെന്ന് പറയും? ഹൃദ്രോഗ വിദഗ്ധൻ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ന്യൂറോളജിസ്റ്റ് ആരാണ്? സ്പെഷ്യലൈസസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് റെസ്റ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ബ്രെയിന്, അതായത് നമ്മുടെ തലച്ചോറും സുഷുമ്ന നാഡിയും നട്ടെല്ലും. അപ്പോൾ ഇതിന് തലച്ചോറിനോ നട്ടെല്ലിനോ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ വേണം കാണാനായിട്ട്? ആരെ വേണം കൺസൾട്ട് ചെയ്യാനായിട്ട്? ന്യൂറോളജിസ്റ്റിനെ വേണം കൺസൾട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഒരു പിക്ചർ ഓർത്ത് വെച്ചോ കേട്ടോ. ഇതിനകത്ത് സൈക്യാട്രിസ്റ്റ്. ആരാണ് സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലിസ്റ്റ് അറ്റംപ്റ്റ് ടു അലിവിയേറ്റിൻ്റെ മീനിങ് എന്താ? ലഘൂകരിക്കുക. എലിവേറ്റ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് മെൻ്റൽ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ഇമോഷണൽ ഇംബാലൻസോ വരുമ്പോൾ നമ്മൾ ആരെ കാണണം? സൈക്യാട്രിസ്റ്റിനെ വേണം കാണാനായിട്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? കണ്ടോ, ഇവിടെ ഒരു ഗേള് വളരെ മൂടിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഗേളിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഡോക്ടറാണ് ആര്? സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ഒന്നുകൂടെ നോക്കി വരാവേ. ഒബ്സ്റ്റട്രീഷ്യൻ. ഫസ്റ്റ് വൺ നമ്മൾ ആരെയാണ് പഠിച്ചത്?
ഒബ്സ്റ്റട്രീഷൻ അല്ലേ? ഒബ്സ്റ്റട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രസവ ചികിത്സ വിദഗ്ധ. അതായത് ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പ്രഗ്നൻസി പീരീഡ് ടേക്ക് കെയർ ചെയ്യുന്ന ഡോക്ടറാണ് ആര്? ഒബ്സ്റ്റട്രീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒബ്സ്റ്റട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ആരാണ്? ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീ രോഗ വിദഗ്ധ, അതായത് വുമൻസ് ഡോക്ടറാണ്. ഒരു സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ സെക്ഷൽ ഓർഗൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആരെ വേണം സമീപിക്കാനായിട്ട്? ഗൈനക്കോളജിസ്റ്റ് വേണം സമീപിക്കാനായിട്ട്. നമ്മൾ തൊട്ട് മുന്നേ ഒബ്സ്റ്റട്രീഷൻ പഠിച്ചില്ലേ? ഒബ്സ്റ്റട്രീഷനും ശരിക്കും എന്താണ്? സ്ത്രീകളുടെ ഡോക്ടർ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ സമീപിക്കേണ്ട ഡോക്ടറാണ് ആരോ? ഒബ്സ്റ്റട്രീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ വുമൻസ് ഡോക്ടർ. അതായത് പ്രഗ്നൻസി മാത്രമല്ല, പ്രഗ്നൻസിക്ക് പുറമെ സ്ത്രീകൾക്ക് എന്തെങ്കിലും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോ സെക്ഷൽ ഓർഗൻസിലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കേണ്ട ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ റൂട്ട് വേർഡ് കൂടെ പഠിച്ചു വെച്ചോളൂ. ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് വന്നേക്കുന്നത് ഗൈൻ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് കേട്ടോ. ഗൈൻ മീൻസ് ഫീമെയിൽ എന്നാണ് അർത്ഥം. ഗൈൻ എന്ന് പറയുന്നത് റൂട്ട് വേർഡാണ്, അതിൻ്റെ മീനിങ് ഫീമെയിൽ ആണ് കേട്ടോ. ഗൈൻ. അതുപോലെ തന്നെ ലോഗി, ഗൈനക്കോളജിസ്റ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, ഗൈനക്കോളജിസ്റ്റ്. ഇവിടെ ലോഗ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. അപ്പോൾ ലോഗി എന്ന് വെച്ചാൽ സ്റ്റഡി എന്നാണ് അർത്ഥം. ലോഗി മീൻസ് സ്റ്റഡി. ഇതെല്ലാം റൂട്ട് വേർഡ്സ് ആണ്. ഈ ഒരു വേർഡ് വന്നതിൻ്റെ പിന്നിലുള്ള റൂട്ട് വേർഡ്സ് ആണ് കേട്ടോ. പിന്നെ IST, ലാസ്റ്റ് ഒരു IST ഉണ്ടല്ലേ? ഗൈനക്കോളജിസ്റ്റ്, അതിലൊരു IST. ഇസ്റ്റ് മീൻസ് പേഴ്സണെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഗൈൻ ആണ്. ഗൈൻ മീൻസ് ഫീമെയിൽ. ഓക്കെ. സെക്കൻഡ് വേർഡ് ഏതാ? പീഡിയാട്രിഷ്യൻ പഠിച്ചല്ലോ. പീഡിയാട്രിഷ്യനും ഒരു റൂട്ട് വേർഡ് ഉണ്ട്. ഈ പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന വേർഡിൽ ഉത്ഭവിച്ച റൂട്ട് വേർഡ് ഉണ്ട്. അതിന് നമ്മൾ പൈഡോസ് എന്നാണ് പറയുന്നത്. റൂട്ട് വേർഡ് ആണ് പൈഡോസ് എന്ന് പറഞ്ഞാൽ പൈഡോസ് മീൻസ് ചൈൽഡ്, കുഞ്ഞെന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ. ഇതൊരു പൈഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രീക്ക് വേർഡാണ് കേട്ടോ. ഗ്രീക്ക് വേർഡാണ് ഇത്. പീഡിയാട്രിഷ്യൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. റൂട്ട് വേർഡ്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ICAN, ഇഷൻ. ഇവിടെ കിടപ്പുണ്ട് അല്ലേ? ഈ ICAN, ഇഷൻ മീൻസ് എക്സ്പേർട്ട് എന്നാണ്. ഇഷൻ മീൻസ് എക്സ്പേർട്ട്. അപ്പോൾ ഈ രണ്ട് വേർഡ്, പൈഡോസ് അതുപോലെ തന്നെ ഇഷൻ, രണ്ട് ചെയ്തിട്ടാണ് പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് നമ്മൾ പറഞ്ഞു ത്വക്കുരോഗ വിദഗ്ധനാണ്. സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ സമീപിക്കേണ്ട ഡോക്ടറാണ് ഡെർമറ്റോളജിസ്റ്റ് എന്ന് പഠിച്ചു. ഇതിൻ്റെ ഒരു റൂട്ട് വേർഡ് ഉണ്ട്. റൂട്ട് വേർഡാണ് ഡേർമ മീൻസ് ഡേർമ എന്ന് വെച്ചാൽ സ്കിൻ എന്നാണ് അർത്ഥം. ഡേർമയുടെ മീനിങ് സ്കിന്നാണ്. ഇത് ഒരു ഗ്രീക്ക് വേർഡാണ് കേട്ടോ. ഗ്രീക്ക് വേർഡാണ്. ഇവിടെ ലോജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റ് മീൻസ് എക്സ്പേർട്ട് എന്നാണ് അർത്ഥം. ഓക്കെ. ക്ലിയർ? ഇതാണ് റൂട്ട് വേർഡ്സ്. ഈ റൂട്ട് വേർഡ് നിങ്ങൾ ഓർത്ത് വെച്ചോ. റൂട്ട് വേർഡ് ഓർത്ത് വെച്ചാൽ പഠിക്കാൻ എളുപ്പമാണ്. നെക്സ്റ്റ് ഓഫ്താൽമോളജിസ്റ്റ്. ഇതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഓഫ്താൽമോസ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് എന്നാണ് അർത്ഥം. ഓക്കെ. IST എന്താണ്? IST മീൻസ് പേഴ്സൺ, എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സണെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. ഓഫ്താൽമോസ് എന്ന് പറയുന്നതാണ് ഓഫ്താൽമോളജിസ്റ്റിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഓഫ്താൽമോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് കേട്ടോ. അവർ നമ്മുടെ വിഷൻ ടെസ്റ്റ് ചെയ്യുകയും നമുക്ക് വേണ്ട ഗ്ലാസ്, ഫിറ്റ് ആകുന്ന ഗ്ലാസ് അല്ലെങ്കിൽ ലെൻസസ് ഏതാന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഓർത്തോപേഡിസ്റ്റ്. ഇവിടെ ഓർത്തോപേഡിസ്റ്റിനും ഒരു റൂട്ട് വേർഡ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റൂട്ട് വേർഡ് കൂടെ പഠിച്ചു വെച്ചോ. റൂട്ട് വേർഡ് മീൻസ് ഓർത്തോസ്.
ഓർത്തോസ്. മലയാളത്തിൽ നമ്മൾ ഓർത്തോ എന്ന് പറയത്തില്ലേ, അതിൻ്റെ കൂടെ ഒരു എസ് കൂടെ ചേർത്ത് നിങ്ങൾ പഠിച്ചു വെച്ചോ. ഓർത്തോസ്. ഓർത്തോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കറക്റ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആക്കുക. ഓക്കെ, നമ്മുടെ കാലൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ സ്ട്രെയിറ്റ് ആക്കത്തില്ലേ, കറക്റ്റ് ചെയ്യുന്ന ആരാ? ഓർത്തോപെഡിസ്റ്റ് ആണ്. ഓർത്തോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് വേർഡാണ്. ഓർത്തോസ് മീൻസ് എന്താ? കറക്റ്റ് എന്നാണ്. കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആക്കുക എന്നതാണ്. നെക്സ്റ്റ് കാർഡിയോളജിസ്റ്റ്. കാർഡിയോളജിസ്റ്റും ഇതിന് ഒരു റൂട്ട് വേർഡ് ഉണ്ട്. ഈ ഒരു വേർഡിന് ഒരു റൂട്ട് വേർഡ് ഉണ്ട്, കാർഡിയ. കാർഡിയ, കാർഡിയ എന്നതാണ് ഇതിൻ്റെ റൂട്ട് വേർഡ്. കാർഡിയ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ് കേട്ടോ, ഒരു ഗ്രീക്ക് വേർഡാണ്. ഇതിൻ്റെ മീനിങ് ഹാർട്ട്. ഹാർട്ട് എന്താണ്? ഹാർട്ട്. ഓക്കെ, ഇനി ലോഗോസ്. ലോഗോസ് മീൻസ് ഇവിടെ കാർഡിയോളജിസ്റ്റ്, ഇവിടെ ഒരു ലോഗ് ഉണ്ട് അല്ലേ, ലോഗോസ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ സയൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ന്യൂറോളജിസ്റ്റ് ആണ്. അതായത് ബ്രെയിനും അതുപോലെ തന്നെ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ സമീപിക്കേണ്ട ഡോക്ടറാണ് ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത്. നാഡീരോഗ വിദഗ്ധൻ. മലയാളത്തിൽ നമ്മൾ പറയുന്നത് നാഡീരോഗ വിദഗ്ധൻ. നാഡീരോഗ വിദഗ്ധൻ. ഓക്കെ, സൈക്കാട്രിസ്റ്റ് ആരാ? സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത് മനോരോഗ വിദഗ്ധനാണ് കേട്ടോ. മനോരോഗ വിദഗ്ധൻ. എന്തെങ്കിലും മെൻ്റൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് വരുമ്പോൾ നമ്മൾ സമീപിക്കേണ്ടത് ആരെയാണ്? സൈക്കാട്രിസ്റ്റിനെയാണ്. ക്ലിയർ? ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ലെറ്റ് us പ്രാക്ടീസ്. Write the name of the specialist you might visit or to be referred. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതായത് ഓരോ ക്വസ്റ്റ്യനിലും ഏത് സ്പെഷ്യലിസ്റ്റിനെ വേണം നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ റെഫർ ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എ സസ്പെക്റ്റഡ് ബ്രെയിൻ ഡിസോർഡർ. ആരെയാണ് കാണേണ്ടത്? ബ്രെയിൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ തന്നെ ആരെ കാണണം? ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാവ് എ സ്കിൻ ഡിസീസ്. നിങ്ങൾക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെ കാണും? ഡെർമറ്റോളജിസ്റ്റിനെ കാണും. ദെൻ ഇഫ് യു ഹാവ് എ ഹാർട്ട് പ്രോബ്ലം. അപ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ആരെയെ സമീപിക്കുക? സൈക്കാട്രിസ്റ്റിനെയാണോ കാണുക? ഒബ്സ്റ്റട്രീഷ്യനെയാണോ കാണുക? കാർഡിയോളജിസ്റ്റിനെയാണോ കാണുക? ഓഫ് കോഴ്സ് കാർഡിയോളജിസ്റ്റ്. ദെൻ ഇഫ് യു ആർ ടെൻസ്, ഫിയർഫുൾ ആൻഡ് ഇൻസെക്യൂർ. വളരെ ടെൻസും വളരെ പേടിയോടും ഇൻസെക്യൂർ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെ കാണും? സൈക്കാട്രിസ്റ്റിനെ കാണും. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് യു ആർ പ്രഗ്നൻറ്റ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആരെയെ സമീപിക്കുക? ഒബ്സ്റ്റട്രീഷ്യൻ, ഗൈനക്കോളജിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ്. ഓഫ് കോഴ്സ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരിടുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. പ്രഗ്നൻസി ആണെങ്കിൽ ആരെ വേണം സമീപിക്കാനായിട്ട്? ഒബ്സ്റ്റട്രീഷ്യനെ വേണം സമീപിക്കാനായിട്ട് കേട്ടോ. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ ഫോർ സം ഡിസോർഡർ ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഇപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് എന്തെങ്കിലും ഡിസോർഡർ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് കാണേണ്ടത്? ഗൈനക്കോളജിസ്റ്റിന് വേണം കാണാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ഫോർ എ ചെക്കപ്പ് ഓഫ് യുവർ 2-month-old ചൈൽഡ്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന് ചെക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആരെടുത്ത് കൊണ്ടുപോകും? പീഡിയാട്രിഷ്യൻ, ന്യൂറോളജിസ്റ്റ്, ഒബ്സ്റ്റട്രീഷ്യൻ. ആരെടുത്ത് കൊണ്ടുപോകും? പീഡിയാട്രിഷ്യൻ. നെക്സ്റ്റ്, ഫോർ ദ കർവേച്ചർ ഓഫ് ദ സ്പൈൻ. കർവേച്ചർ ഓഫ് ദ സ്പൈൻ ആരെ കാണും? നട്ടെല്ലിൻ്റെ വളവിന് എന്തെങ്കിലും വളവ് വരുവാണെന്നുണ്ടെങ്കിൽ, കർവേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളവ് എന്നതാണ് കേട്ടോ. നട്ടെല്ലിന് വളവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് കാണുക? ഓർത്തോപെഡിസ്റ്റ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. Obstetrician, gynecologist, pediatrician, dermatologist, ophthalmologist, optometrist, orthopedist, cardiologist, neurologist, psychiatrist. Clear ആയില്ലേ? ഓക്കെ, പിന്നെ അതിൻ്റെ പ്രാക്ടീസ് സെക്ഷൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി
നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.